തിരുവനന്തപുരം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഗണഗീതം പാടി ബി.ജെ.പി. പ്രവർത്തകർ. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് പ്രവർത്തകർ ഗണഗീതം പാടുകയും ഭാരതാംബയ്ക്ക് ജയ് വിളിക്കുകയും ചെയ്തത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എം.എസ്. വീണ ചേരുകയാണ്. വീണ, ബി.ജെ.പി. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് പ്രവർത്തകർ ഗണഗീതം ആലപിച്ചത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. സുരേഷ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്ര നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെ 40 വർഷം നീണ്ടുനിന്ന ബി.ജെ.പി. ഇടത് വലത് മുന്നണികളുടെ ഭരണവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കൃത്യമായ മറുപടി പൊതുജനങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ബി.ജെ.പി. പ്രവർത്തകർ ഗണഗീതം ആലപിച്ചത്. അവർ ആ ഒരു ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ആ ഗണഗീതം കോർപ്പറേഷൻ ഹാളിൽ പാടിയതെന്നുള്ളതാണ്. ആ ചടങ്ങ് വീക്ഷിക്കുവാൻ ഒരുപാട് ബി.ജെ.പി. പ്രവർത്തകരാണ് തലസ്ഥാനത്ത് നിന്നൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ നിരവധി പേർ ഈ ഒരു നിമിഷത്തിനായി കാത്തുനിന്നതാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷൻ ഓഫീസിലെ തന്നെ ഹാളിലാണ്, അതായത് കോർപ്പറേഷൻ്റെ കമ്മ്യൂണിറ്റി സത്യപ്രതിജ്ഞ നടന്ന ഹാളിലാണ് ഈ പ്രവർത്തകർ നിരവധി പേർ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ബി.ജെ.പി. കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിലാണ് ഗണഗീതം പാടി ആ ഒരു സന്തോഷം പങ്കുവച്ചത്. തീർത്തും ആഹ്ലാദപരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിരുന്നു കോർപ്പറേഷൻ പരിധിയിലുള്ള ആ മേഖലയും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസും ഒക്കെ സാക്ഷ്യം വഹിച്ചത്. ഇതിൽ പ്രവർത്തകരായിരുന്നു കൂടുതൽ പേരും ഉണ്ടായിരുന്നത്. ഇത്രയും വർഷത്തെ അവരുടെ കഠിനാധ്വാനം ഈ ഒരു നിമിഷത്തിനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം നിരവധി വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും ഇനിയുള്ള ദിവസങ്ങളിൽ ആ വികസന പദ്ധതികളുടെ സാക്ഷാത്കാരവും നടപ്പാക്കുന്നതിനുമൊക്കെ ആയിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുവാനും പങ്കാളിയാവുവാനുമായി എത്തിയ നിരവധി പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗണഗീതം ആലപിച്ചത്. ഒപ്പം തന്നെ ഭാരതാംബയ്ക്ക് ജയ് വിളിക്കുകയും ചെയ്തു. കൗൺസിലർമാരുടെ ബി.ജെ.പി. കൗൺസിലർമാർ 50 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു 50 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിലാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിലുള്ളൊരു ആഹ്ലാദ പ്രകടനം നടത്തിയത്. കെ.പി. സുരേഷ്, ചരിത്ര നിമിഷത്തിലാണ് ബി.ജെ.പി. പ്രവർത്തകർ ഗണഗീതം ആലപിക്കുകയും ഭാരതാംബയ്ക്ക് ജയ് വിളിക്കുകയും ചെയ്തത്. എം.എസ്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.